ഇബാദത്ത് ശുദ്ധമായി അള്ളാഹുവിന് നൽകുക എന്നതല്ലാതെ അവൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. റിയാ ആകട്ടെ, സുമഅത്താകട്ടെ, ആളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക, ഇതൊക്കെ വിചാരത്തെക്കാൾ ഗുരുതരമായ തിന്മയാണ്. അല്ലാത്തൊരു കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ളത്. ഒരു മനുഷ്യൻ അവൻ്റെ ഇബാദത്ത്, അതിൽ ഒരു ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ഒരാൾ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്നത് വിചാരത്തെക്കാളും മോഷണത്തെക്കാളും ഒക്കെ ഗുരുതരമായ തിന്മയാണ്. ഷിർക്കുൽ അസ്ഗർ എന്നത് മറ്റു വൻപാപങ്ങളെക്കാൾ വലിയ തിന്മയാണ്, ചെറിയ കാര്യമല്ല. നോക്കൂ, അങ്ങനെയാണ് കാര്യമെന്നിരിക്കും. ഒരാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യും, ആ ഇബാദത്തിൽ ഒരു ചെറിയ പങ്കു നൽകുക എന്നതുപോലും, അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുക എന്നതുപോലും ഇത്ര ഗുരുതരമായ തിന്മയാണെങ്കിൽ ഒരാൾ അല്ലാത്തവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് ബലി അർപ്പിച്ചാൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇബാദത്ത് എന്നത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. അവന് മുന്നിലേ അങ്ങനെ ആവാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു ഇബാദത്ത് നൽകാൻ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല, അള്ളാഹുവിൻ്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ഇബാദത്ത് അവിടത്തേക്ക് സഹാബികളിൽ ഒരാൾ പോലും സമർപ്പിച്ചിട്ടില്ല. ഇന്ന് വലിയൻ്റെ മുൻപിൽ പോയി ആൾക്കാർ സുജൂദ് ചെയ്യുന്നു, വലിയനോട് സഹായം ചോദിക്കുന്നു. എന്തിന് ചില ആൾക്കാർ പോയി പറയുന്നു, ഇന്ന് വലിയാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇവർ ഇന്ന് വലിയാണ് എന്ന് പറയുന്നവരെ കുറിച്ച് പറഞ്ഞു പരത്തുന്നതിൻ്റെ 10-1 പോലും, 100-1 പോലും, 1000-1 പോലും പറയപ്പെട്ടിട്ടില്ല. സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇബാദത്തിൻ്റെ യാതൊരു പങ്കും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക എന്നത് അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അത് നബിയാണെങ്കിലും മലക്കാണെങ്കിലും. പിന്നെ അതിൽ താഴെയുള്ള ആൾക്കാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കലും ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, മാ ഷാ അല്ലാഹു വശിഅത. മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, വശിഅത നബിയെ അങ്ങും ഉദ്ദേശിച്ചാൽ. നോക്കൂ, അള്ളാഹു ഉദ്ദേശിക്കുക എന്നതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചാൽ എന്നത് വാക്കിലാണ് ആ സഹാബി ചേർത്ത് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ സഹാബി അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ റസൂൽ ഉദ്ദേശിക്കുന്നു എന്ന് വിശ്വസിച്ചു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അവർ സഹാബിമാരാണ്, അവരൊരിക്കലും അങ്ങനെ വിചാരിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പക്കൽ വന്ന പിഴവ് വാക്കിൽ, സംസാരത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും ഉദ്ദേശത്തിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് പറഞ്ഞു. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, വശിഅത നബി അങ്ങും ഉദ്ദേശിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അജഅൽതനി വല്ലാഹ അദ്ലൻ, നീ എന്നെയും അള്ളാഹുവിനെയും തുല്യനാക്കുകയാണോ? നോക്കൂ, ഇന്ന് ആളുകൾ വലിയകളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന വാക്കുകളിൽ നിന്ന് അത് അപേക്ഷിച്ച് നോക്കി ഇത് എത്ര നിസ്സാരമൊരു കാര്യമാണ്. അത് പറയുന്നത് ആരോടാണ്? അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനോടാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? നീ അള്ളാഹുവിനെ പോലെയാണ് ഞാനെന്ന് വിചാരിച്ചിട്ടുണ്ടോ? നീ അള്ളാഹുവിനെ പോലെ എനിക്ക് സമദീയത്തുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ തിരിച്ചു ചോദിക്കാണോ ചെയ്തത്? അല്ല, അവിടുന്ന് പറഞ്ഞു, അജഅൽതനി വല്ലാഹ അദ്ലൻ, നീ എന്നെയും അള്ളാഹുവിനെയും ഒരുപോലെ ആക്കുകയാണോ? ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദഹു, നീ പറയുക അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് നീ പറയുക. അതല്ലെങ്കിൽ ചില ഹദീസുകൾ വന്നതുപോലെ മാ ഷാ അല്ലാഹ് സുമ്മ ഷാ ഫുലാൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ സുമ്മ എന്ന് പ്രത്യേകം പറയണം, പിന്നീട് ഇന്ന ഒരാൾ ഉദ്ദേശിച്ചാൽ. ഏറ്റവും അഫ്ദലായ പ്രയോഗം മാ ഷാ അല്ലാഹു വഹ്ദഹു, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയലാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഒരു കാര്യത്തിൽ വരെ, ഈ ഒരു ചെറിയ കാര്യത്തിൽ വരെ ഇത്ര ഗൗരവത്തിൽ അവിടുന്ന് പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ ഇക്കാലഘട്ടത്തിൽ ആളുകൾ പാട്ടായും മറ്റുമൊക്കെ പാടുന്ന കാര്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ.